റെഡിയല്ലേ ചേട്ടാ? റെഡിയാണോ? സാറേ, ഈ വലിയ തോതിലുള്ള അസഹിഷ്ണുത രാജ്യത്ത് വളരുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞൊരു വലിയൊരു മൂവ്മെന്റ് രാജ്യത്ത് വരുന്നു. അത് ചെറുപ്പക്കാർ അവരുടെ പ്രതിഷേധം അവരുടെ തനതായ രീതിയിൽ പ്രകടിപ്പിക്കുന്നതായി കണക്കാക്കാൻ പറ്റുമോ? അവരെ രാജ്യദ്രോഹികളായി കണക്കാക്കണമോ? എങ്ങനെ രാജ്യദ്രോഹികളായിട്ട് അവരെ കണക്കാക്കുക? രാജ്യത്തെ തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം ഇതുപോലെ ഉണ്ടായിട്ടില്ല. വിലക്കയറ്റം ഓരോ ദിവസം കഴിയുന്നതും താങ്ങാവുന്ന അപ്പുറത്തേക്കാണ് പോകുന്നത്. സർക്കാരിന് ഇതൊന്നും പരിഹരിക്കാനുള്ള യാതൊരു മാർഗങ്ങളും ഇല്ല. ആരാണ് ഉത്തരവാദി? ഈ ചെറുപ്പക്കാരെ ഇത്തരം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദി ആരാണ്? ആ ചർച്ചയല്ലേ രാജ്യത്ത് നടക്കേണ്ടത്? അതല്ലേ നടക്കേണ്ടതും. അപ്പൊ അതിന് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? അത് ശുദ്ധമായിട്ടുള്ള അസംബന്ധം. അക്കൗണ്ട് പൂട്ടിക്കുന്ന രീതി എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെതാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും വന്നത് ഒരു അഭിപ്രായം നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലിന് വേണ്ടിയിട്ട് അവർ നിൽക്കുന്ന നിൽപ്പ് സഹിക്കാവുന്നതിനും അപ്പുറത്താണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പരാമർശം കൂടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ജനങ്ങളെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന യുവജന രോഷമാണ് ഇപ്പൊ നമ്മൾ പ്രകടമാകുന്നത്. അത് സർക്കാർ ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവായി എടുക്കാൻ വേണ്ടത്. അതിനെ പോസിറ്റീവായി എടുത്ത് ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ വേണ്ടത്. ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ എന്ത് നടപടിയാണ് ഇവർ എടുത്തിരിക്കുന്നത്? കഴിഞ്ഞ 12 കൊല്ലമായിട്ട് എല്ലാ MSMEയും തകർക്കുക, എല്ലാ തൊഴിലവസരങ്ങളെയും ഇല്ലാതാക്കുക, അഗ്നിവീർ പോലെയുള്ള പദ്ധതികൾ ഉണ്ടാക്കി എങ്ങനെ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ പരിമിതപ്പെടുത്താൻ പറ്റുമോ നോക്കുക. ഇതെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ചെയ്യേണ്ടത്. ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാണ് വേണ്ടത് ഒരു ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ്. അതായത് സപ്രസ് ചെയ്യാൻ വേണ്ടി നിയമവിരുദ്ധമായ മാർഗങ്ങൾ ഉപയോഗിക്കുക അല്ല വേണ്ടത്. വിദേശ രാജ്യങ്ങളിലേക്ക് പോയി രാഷ്ട്രത്തലവന്മാർക്ക് മധുരം കൊടുത്തത് കൊണ്ട് രാജ്യത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല അല്ല പറയുന്നത്. ഓരോ ദിവസം കഴിയുന്നതും പെട്രോളിന്റെയും ഡീസലിന്റെ വില എങ്ങനെയാ കൂടിക്കൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിൽ ഇങ്ങോട്ട് വരാനിരിക്കുന്ന കാലം എന്ന് പറയുന്നത് വളരെ വളരെ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമായിരിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അതിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഇപ്പോഴും ആഘോഷങ്ങളിലും തിമിർപ്പിലുമാണ് നമ്മുടെ പ്രധാനമന്ത്രി. വെറും നാടകങ്ങളിലുമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അദ്ദേഹം ഇറങ്ങേണ്ടത്, അല്ലാതെ പ്രതിഷേധിക്കുന്നവരെ തകർക്കാനല്ല. അതെ, ഇത് നമ്മൾ കഴിഞ്ഞ കുറെ നാളിലായിട്ട് പറയാം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞ സമയത്തും നമ്മുടെ പെട്രോളിന്റെയും ഡീസലിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് അക്സസ് ഡ്യൂട്ടി ചുമത്തിക്കൊണ്ടാണ് അവരത് കൂട്ടിയത്. ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പരിഹാര മാർഗം? ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ, ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? അവർ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്ത് കാര്യമാണ് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടാനില്ല. അപ്പൊ ഇതിനകത്ത്